വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്ന മെസ്സേജുകളിൽ ശ്രദ്ധേയമായ ഒന്നുണ്ട്. മാന്യ സുഹൃത്തെ, താങ്കളുടെ എഴുത്തുകൾ വായിച്ച് അമർഷം കൊണ്ടവരും ഇഷ്ടപ്പെട്ടവരും ആണ് ഞങ്ങൾ. താങ്കളെ യൂട്യൂബുകളിൽ മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞവനാണ് നിങ്ങൾ. മമ്മൂട്ടിയെ നിങ്ങൾ കുറ്റം പറയാതെ മമ്മൂട്ടിയോടൊപ്പം നടന്നവനാണ് നിങ്ങൾ. മമ്മൂട്ടിയെ കുത്തിയാലും മോഹൻലാലിനെ കുത്തിക്കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ. ദിലീപിന്റെ കേസടക്കം കുത്തി പൊക്കി കൊണ്ടുവന്ന ഒരാളാണ് നിങ്ങൾ. നിർഭയനായ മാധ്യമ പ്രവർത്തകൻ എന്ന പേര് കേൾപ്പിച്ച ഒരാളാണ് നിങ്ങൾ. ഇപ്പോ നിങ്ങളെക്കുറിച്ചൊരു കാര്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ്. ഇതാണ് മെസ്സേജ്. ഞാൻ അതിന് മറുപടി കൊടുത്തു. എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ ലജ്ജിക്കുന്നത്? ഞാൻ എന്തു ചെയ്തു? ലജ്ജിക്കാവുന്നൊരു കാര്യവും ഇന്നേ വരെ ചെയ്തിട്ടില്ലല്ലോ. അത് വേറൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ഇവിടെ ദുൽഖർ സൽമാൻ എന്നുള്ളൊരു നടൻ, ബഹുഭാഷാ നടൻ, മമ്മൂട്ടിയുടെ മകൻ, ഇൻഡസ്ട്രിയിലെ മിനിമം ഗ്യാരണ്ടിയുള്ള നടൻ, ആ നടനെ കുറിച്ച് കുറെ കാലമായി വന്നപ്പോൾ വാർത്തകളുണ്ട്, നെഗറ്റീവ് വാർത്തകൾ. ആ വാർത്തകളെ കുറിച്ച് താങ്കളുടെ പങ്ക്തിയിലോ യൂട്യൂബിലോ ഒന്ന് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് മാത്രം എന്തുണ്ടായി? ദുൽഖർ സൽമാനും മോഹൻലാലിന്റെ മകനടക്കമുള്ളൊരു വലിയ കുഴപ്പമില്ലാതെ മലയാള സിനിമയിലൂടെ സഞ്ചരിച്ചു പോകുന്നവരാണ്. അതായത് പിതാക്കന്മാർക്ക് പേരുദോഷമുണ്ടാക്കാത്ത മക്കളാണ് അവരുടെ വഴിക്ക് പോകുന്നു. നമ്മളെന്തിനാണ് അവരുടെ പുറകെ പോകുന്നത്? അപ്പോ അവര് പറഞ്ഞെന്താ, നിങ്ങൾ പുറകെ പൊക്കപ്പാ, നിങ്ങൾ പുറകെ പൊക്കോ. പുറകെ പോകുമ്പോഴും വഴിതെറ്റി പോകുന്ന ചില കുഞ്ഞാടുകളുടെ കൂട്ടത്തിലാണ് ഇവരൊക്കെ. ഒന്ന് വിചാരിച്ചുകൂടെ? അവരെവിടേക്കാണ് പോകുന്നത് ചിന്തിച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാര്യം പറ, വെറുതെ ഇത് പറയാണ്ട്. അല്ല, അവര് പറഞ്ഞത് ഇപ്പൊ ഈ കാറുകളുടെ കാര്യം വലിയ വാർത്തയായിരിക്കാണല്ലോ. പല പ്രാവശ്യമായിട്ട് ദുൽഖർ സൽമാനും കുറെ കാറുകളും, ആ കാറുകളുടെ പേരിൽ ദുൽഖർ സൽമാനെ പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനെന്താ? ദുൽഖർ സൽമാനെ മാത്രമല്ല, സംശയം തോന്നി എന്ന് ആരോപണമുണ്ടായ എല്ലാവരെയും ചോദ്യം ചെയ്യും, എന്നെയും ചെയ്യും, നിങ്ങളെയും ചെയ്യും. അതിപ്പോ വലിയ ചോദ്യം ചെയ്തല്ലേ ഉള്ളൂ, വേറൊന്നും കിട്ടിയിട്ടില്ല, ദുൽഖർ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ ഹേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത് ആലോചിക്കുക, അവരെ സംബന്ധിച്ച്, മമ്മൂട്ടിയെ സംബന്ധിച്ചായാലും ദുൽഖറിനെ സംബന്ധിച്ചാലും പണത്തിന്റെ യാതൊരുവിധ കുറവില്ല. കോടാനുകോടി സമ്പാദിച്ചിട്ടുണ്ട്. 4-5 തലമുറയ്ക്ക് ജീവിക്കാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാർ കമ്പക്കാരാണ് രണ്ടുപേരും. ധാരാളം വീട്ടിൽ തന്നെ പരിശോധിക്കുമ്പോൾ നിറയെ കാറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കാറ് വിൽപ്പന കേന്ദ്രം എന്നല്ല, അവര് വീട്ടിലെ വെറൈറ്റി അങ്ങനെ ഇഷ്ടം തോന്നുന്നു സ്വന്തമാക്കുന്ന സ്വഭാവം മമ്മൂട്ടിക്കുണ്ട്. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ മകനാണല്ലോ ദുൽഖർ. ആ ദുൽഖറും ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ പേരിൽ അസൂയക്കാരുണ്ട്, കണ്ണുകടിയുള്ളവരുണ്ടായിരിക്കാം. മമ്മൂട്ടിയെ തൊടാൻ പറ്റാത്തവര് ദുൽഖറിനെ തൊടാൻ ശ്രമിക്കും. മമ്മൂട്ടിയെ ആക്രമിക്കാൻ പറ്റാത്തവർ ദുൽഖറിനെ ആക്രമിക്കും. ഇതൊക്കെ ഇപ്പോ ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ അവര് ചിലരൊക്കെ പറഞ്ഞെന്താണ്, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ ദുൽഖറിനെ കുറിച്ച് നെഗറ്റീവായിട്ട് എഴുതിയാൽ നിങ്ങളെ തട്ടിക്കളയും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതിനുള്ള കപ്പാസിറ്റിയും പിൻബലവും ഒക്കെ അവർക്കുണ്ട്. ദുൽഖർ സൽമാനെ കുറിച്ചുള്ള തെളിവുകൾ വേണമെങ്കിൽ ഞങ്ങൾ കുറെ പേരുണ്ട്, കുറെ അയച്ചു തരാം. നിങ്ങൾക്കത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ സുഹൃത്തെ, ഞാൻ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, കാറ് കച്ചവടത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്തരം വാർത്തകൾ വേണ്ട, അത്തരം കാറുകൾ വേണ്ട. നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങൂ, എന്നെ എന്തിനു വലിച്ചിടയ്ക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ എല്ലാവരും ഒരു കൂട്ടച്ചിരി എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹസിച്ചുള്ള ചിരി. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ മൊത്തം തെളിവുകൾ തന്നാലും നിങ്ങൾ ചിലരെ കുറിച്ച് പറയും, ചിലരെ കുറിച്ച് പറയില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ കുറിച്ചും മമ്മൂട്ടിയെ ഫാമിലിയെ കുറിച്ചും പറയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോഹൻലാലിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പൃഥ്വിരാജിന്റെ ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ടോ? ദിലീപിന്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞോ? ടൊവിനോയുടെ ഫാമിലി, ആരുടെ ഫാമിലിയാ? ഒരു ഫാമിലിയെ കുറിച്ചും മോശമായിട്ട് എൻ്റെ മാധ്യമ കാലഘട്ടത്തിൽ ഇന്നേ വരെ മോശമായിട്ട് ഞാൻ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, എഴുതുകയുമില്ല, പറയുകയുമില്ല. അത് എൻ്റെ പോളിസി.